ആത്മപ്രണാമം. ദേവീ മാഹാത്മ്യം, മധ്യമചരിതം, കഥാസംഗ്രഹം. മഹാവിഷ്ണുവിനെ ഉണർത്തുവാനും മധുകൈടഭന്മാരെ വധിക്കുവാനും വേണ്ടി ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ട മഹാമായയായ ആ ദേവി ബ്രഹ്മാവിന് ദർശനം നൽകി അവിടെ നിന്ന് മറഞ്ഞതിനു ശേഷം പിന്നീട് മഹിഷാസുര വധത്തിനായാണ് പ്രത്യക്ഷയായത്. പണ്ട് ദേവേന്ദ്രൻ ദേവന്മാരുടെ അധിപനും മഹിഷാസുരൻ അസുരന്മാരുടെ അധിപനുമായിരുന്ന കാലത്ത് ദേവന്മാരും അസുരന്മാരും തമ്മിൽ 100 വർഷം നീണ്ടുനിന്ന ഒരു യുദ്ധമുണ്ടായി. പരാക്രമികളായ അസുരന്മാർ ആ യുദ്ധത്തിൽ ദേവന്മാരെ പരാജയപ്പെടുത്തി. മഹിഷാസുരൻ എല്ലാ ദേവന്മാരെയും ജയിച്ച് സ്വയം ഇന്ദ്രനായി തീർന്നു. പരാജയപ്പെട്ട ദേവന്മാർ ബ്രഹ്മാവിനെ മുൻനിർത്തി മഹാദേവനും മഹാവിഷ്ണുവും വസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ വെച്ച് മഹിഷാസുരന്റെ പ്രവൃത്തികളെയും ദേവന്മാർക്കുണ്ടായ പരാജയത്തെയും കുറിച്ച് എല്ലാ വിവരങ്ങളും മഹാവിഷ്ണുവിനോടും പരമശിവനോടും ദേവന്മാർ പറഞ്ഞു. സൂര്യൻ, ഇന്ദ്രൻ, അഗ്നി, വായു, ചന്ദ്രൻ, വരുണൻ, യമൻ തുടങ്ങിയ എല്ലാ ദേവന്മാരുടെയും അധികാരങ്ങളെ മഹിഷാസുരൻ സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. ദേവഗണങ്ങളെയെല്ലാം മഹിഷാസുരൻ സ്വർഗത്തിൽ നിന്നും ഇറക്കി വിട്ടതുകൊണ്ട് അവർ മനുഷ്യരെ പോലെ ഭൂലോകത്ത് അലഞ്ഞു തിരിയുകയാണ്. അല്ലയോ പ്രഭോ, ഞങ്ങൾ ദേവന്മാർ എല്ലാവരും അവിടത്തെ ശരണമടയുകയാണ്. ആ ദുഷ്ടനായ മഹിഷാസുരനെ എങ്ങനെയെങ്കിലും അങ്ങ് വധിച്ചാലും. ഇങ്ങനെയുള്ള ദേവന്മാരുടെ വാക്കുകൾ കേട്ട് മഹാവിഷ്ണുവും മഹാദേവനും വളരെ കോപിഷ്ഠരായി. കോപത്താൽ വളഞ്ഞ പുരികക്കൊടികളാൽ അവരുടെ മുഖങ്ങൾ ഭയങ്കരമായി തീർന്നു. അനന്തരം കോപാകുലരായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ മുഖങ്ങളിൽ നിന്ന് മഹത്തായ ഒരു തേജസ് വിനിർഗമിച്ചു. ഈ സമയം ഇന്ദ്രൻ മുതലായ ദേവന്മാരുടെ ശരീരങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഒരു തേജസ് പുറത്തേക്ക് വന്നു. ഈ തേജസ് എല്ലാം കൂടി ഒന്നായി ചേരുകയും ചെയ്തു. ജ്വലിക്കുന്ന പർവ്വതം പോലെ ജ്വാല കൊണ്ട് ദിക്കുകൾ മുഴുവൻ വ്യാപിച്ച ആ തേജസ് ഒരു സ്ത്രീയായി തീർന്നു. പരമശിവന്റെ തേജസ് കൊണ്ട് ആ ദേവിക്ക് മുഖവും, യമന്റെ തേജസ് കൊണ്ട് തലമുടിയും, വിഷ്ണുവിന്റെ തേജസ് കൊണ്ട് കൈകളും ഉണ്ടായി. അതുപോലെ ചന്ദ്രന്റെ തേജസ് കൊണ്ട് 2 സ്തനങ്ങളും, ഇന്ദ്രന്റെ തേജസ് കൊണ്ട് അരക്കെട്ടും, വരുണന്റെ തേജസ് കൊണ്ട് തുടകളും കണങ്കാലുകളും, ഭൂമിയുടെ തേജസ് കൊണ്ട് ദേവിക്ക് നിതംബവും ഉണ്ടായി. ബ്രഹ്മാവിന്റെ തേജസ്സിൽ നിന്ന് പാദങ്ങളും, സൂര്യന്റെ തേജസ്സിൽ നിന്നും കാൽവിരലുകളും, അഷ്ടവസുക്കളുടെ തേജസ്സിൽ നിന്ന് കൈവിരലുകളും, കുബേരന്റെ തേജസ്സിൽ നിന്ന് ദേവിക്ക് മൂക്കും ഉണ്ടായി. പ്രജാപതികളുടെ തേജസ്സിൽ നിന്നും ദേവിയുടെ ദന്തങ്ങളും, അഗ്നിയുടെ തേജസ്സിൽ നിന്ന് ദേവിയുടെ 3 കണ്ണുകളും ഉണ്ടായി. 2 സന്ധ്യകളുടെ തേജസ് 2 പുരികക്കൊടികളായും വായുവിന്റെ തേജസ് കൊണ്ട് 2 ചെവികളും ദേവിക്കുണ്ടായി. ഇപ്രകാരം എല്ലാ ദേവന്മാരുടെയും തേജസ്സിൽ നിന്ന് ഉദ്ഭവിച്ച ആ ദേവിയെ കണ്ട് ദേവന്മാർ വളരെയധികം സന്തോഷിച്ചു. ഈ സമയം പിനാകധാരിയായ മഹാദേവൻ തന്റെ ശൂലത്തിൽ നിന്ന് ഒരു ശൂലം ആ ദേവിക്ക് നൽകി. വിഷ്ണു ഭഗവാൻ തന്റെ സുദർശന ചക്രത്തിൽ നിന്ന് ഒരു ചക്രം സൃഷ്ടിച്ച് ദേവിക്ക് നൽകി. വരുണൻ ശംഖും, അഗ്നി വേലായുധവും, വായു ഭഗവാൻ ഒരു വില്ലും, ബാണങ്ങൾ നിറഞ്ഞ 2 ആവനാഴികളും ആ ദേവിക്ക് നൽകി. ദേവേന്ദ്രൻ സ്വന്തം വജ്രായുധത്തിൽ നിന്ന് ഒരു വജ്രവും, ഐരാവതം എന്ന ഗജത്തിൽ നിന്ന് ഒരു മണിയും ദേവിക്ക് നൽകി. യമദേവൻ തന്റെ കാലദണ്ഡത്തിൽ നിന്ന് ഒരു ദണ്ഡും, വരുണൻ വരുണപാശവും, ബ്രഹ്മദേവൻ അക്ഷമാലയും കമണ്ഡലവും ആ ദേവിക്ക് നൽകി. ഇപ്രകാരം എല്ലാ ദേവന്മാരും ദേവിക്ക് ആഭരണങ്ങളും ആയുധങ്ങളും സമ്മാനിച്ചു. അങ്ങനെ സമ്മാനിതയായ ആ ദേവി അട്ടഹാസത്തോടുകൂടി പല പ്രാവശ്യം ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. ദേവിയുടെ ഘോര ശബ്ദം ആകാശം മുഴുവൻ മുഴങ്ങിക്കേട്ടു. ആ ശബ്ദം കൊണ്ട് എല്ലാ ലോകങ്ങളും എല്ലാ സമുദ്രങ്ങളും ഇളകിമറിഞ്ഞു. അത് കണ്ട് മുനിഗണങ്ങളെല്ലാം ഭക്തിപൂർവം ആ ദേവിയെ സ്തുതിച്ചു. ഈ സമയത്ത് മഹിഷാസുരൻ എന്താണിത്, എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാ അസുരന്മാരെയും കൂട്ടി ശബ്ദം വന്ന ദിക്കിലേക്കോടി. അന്നേരം സ്വന്തം ശോഭയാൽ 3 ലോകവും വ്യാപിച്ചവളും, പാദം കൊണ്ട് ഭൂമിയെ അമർത്തി ചവിട്ടിയവളും, ആകാശചുംബിയായ കിരീടമണിഞ്ഞവളും, വില്ലിന്റെ ഞാൻ ശബ്ദം കൊണ്ട് പാതാളം മുഴുക്കെ ഇളക്കിയവളും, 1000 കൈകൾ കൊണ്ട് ദിക്കുകളെല്ലാം വ്യാപിച്ചവളുമായ ആ മഹാദേവിയെ മഹിഷാസുരൻ കണ്ടു.
അനന്തരം ദേവിയും മഹിഷാസുര സൈന്യവും തമ്മിൽ ഗംഭീരമായ യുദ്ധം തുടങ്ങി. ചിക്ഷുരൻ, ചാമരൻ, ഉദഗ്രൻ എന്നിങ്ങനെയുള്ള മഹിഷാസുര സൈന്യത്തിന്റെ സേനാനായകന്മാരും മഹാഹനു, അസിലോമ, ബാഷ്കലൻ, പരിവാരിതൻ, ബിഡാലൻ തുടങ്ങിയ അനേകം മഹാസുരന്മാരും 10,000-കണക്കിന് രഥം, ആന, കുതിര ഇവകളോടുകൂടി ദേവിയോട് യുദ്ധം ചെയ്തു. ദേവിയും അസുരന്മാരയച്ച ശസ്ത്രങ്ങളെയും അസ്ത്രങ്ങളെയും സ്വന്തം ശസ്ത്രാസ്ത്രങ്ങളാൽ ഒരു ലീല പോലെ ഇല്ലാതാക്കി. ഈ സമയം ദേവിയുടെ വാഹനമായ സിംഹവും ക്രുദ്ധനായി സടകൾ കുടഞ്ഞുകൊണ്ട് കാട്ടുതീയെന്ന പോലെ അസുര സൈന്യത്തിലെങ്ങും സഞ്ചരിച്ചു. യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദേവി പുറപ്പെടുവിച്ച നിശ്വാസങ്ങളിൽ നിന്ന് 1000-കണക്കിന് ഭൂതഗണങ്ങൾ ഉദ്ഭവിച്ചു. ആ ഭൂതഗണങ്ങളും ദേവിയുടെ പ്രഭ കൊണ്ട് കൂടുതൽ ബലം വന്നവരായി അസുരന്മാരോട് യുദ്ധം ചെയ്തു. ദേവി ത്രിശൂലം കൊണ്ടും ഗദ കൊണ്ടും വേലുകൊണ്ടും വാളുകൊണ്ടും 100-കണക്കിന് അസുരന്മാരെ കൊന്നൊടുക്കി. ചിലരെ മൂർച്ചയേറിയ വാളുകൊണ്ട് 2ആയി വെട്ടിമുറിച്ചു. ചിലർ ഇരുമ്പുലക്ക കൊണ്ടുള്ള അടിയേറ്റ് രക്തം ഛർദ്ദിച്ചു. ചിലരുടെ കൈകൾ മുറിഞ്ഞു, കഴുത്തു മുറിഞ്ഞു. അസുര സൈന്യത്തിന്റെ മധ്യത്തിൽ ക്ഷണത്തിൽ അസുരന്മാരുടെയും ആനകളുടെയും കുതിരകളുടെയും രക്തപ്രവാഹം നദികളായി ഒഴുകാൻ തുടങ്ങി. ദേവിയുടെ വാഹനമായ സിംഹവും ഗർജിച്ചുകൊണ്ട് സടകൾ കുടഞ്ഞുകൊണ്ട് അസുരന്മാരെ കൊന്നൊടുക്കി. സേനകളെല്ലാം കൊല്ലപ്പെടുന്നത് കണ്ട് ക്ഷുഭിതനായ ചിക്ഷുരൻ എന്ന അസുര സേനാനി ദേവിയോട് യുദ്ധം ചെയ്യാൻ വന്നു. ആദ്യം ദേവിയുടെ മേൽ അവൻ ബാണങ്ങൾ വർഷിച്ചു. ദേവി തന്റെ ബാണങ്ങൾ കൊണ്ട് അവന്റെ വില്ല് മുറിച്ചു കളഞ്ഞു. അവന്റെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചു. അതിനുശേഷം ചിക്ഷുരൻ മൂർച്ചയേറിയ വാൾ കൊണ്ട് ദേവിയുടെ ഇടത് കൈയിൽ വെട്ടി. അസുരന്റെ വാൾ ദേവിയുടെ കയ്യിൽ തട്ടി ഒടിഞ്ഞുപോയി. അതിനുശേഷം അവൻ ശൂലമെടുത്ത് ദേവിയുടെ നേർക്കെറിഞ്ഞു. ഉടനെ ദേവിയും ശൂലം പ്രയോഗിച്ചു. അതോടെ ചിക്ഷുരനും അവന്റെ ശൂലവും ഛിന്ന ഭിന്നമായി പോയി. പിന്നാലെ മഹിഷാസുരന്റെ സൈന്യത്തിലെ ചാമരൻ എന്ന സേനാനി ആനപ്പുറത്ത് കയറി യുദ്ധത്തിന് വന്നു. ദേവിയുടെ വാഹനമായ സിംഹവും ചാമരനും തമ്മിൽ ഘോര യുദ്ധം നടന്നു. ഒടുവിൽ സിംഹം മേലോട്ട് ചാടി കൈകൾ കൊണ്ട് ചാമരന്റെ തല അടിച്ച് വേർപെടുത്തി. തുടർന്ന് ദേവി മഹിഷാസുരന്റെ സേനാനായകന്മാരെ എല്ലാവരെയും കൊന്നൊടുക്കി. ഇപ്രകാരം സ്വസൈന്യം ഇല്ലാതാകുന്നത് കണ്ട മഹിഷാസുരൻ ഒരു മഹിഷത്തിന്റെ രൂപത്തിൽ ദേവിയുടെ ഭൂതഗണങ്ങളെ ഭയപ്പെടുത്തി. മഹിഷാസുരന്റെ പരാക്രമങ്ങൾ കാരണം ഭൂപ്രദേശം തകർന്നു. സമുദ്രത്തിൽ വാലുകൊണ്ടടിച്ചത് മൂലം സമുദ്രം കരയിലേക്ക് ഇരമ്പിക്കയറി. അവൻ കൊമ്പും ആട്ടിയപ്പോൾ ആകാശത്തു നിന്നും മേഘങ്ങൾ നുറുങ്ങി വീണു. ഇപ്രകാരം മഹിഷാസുരൻ കോപത്തോടുകൂടി ആർത്തെടുക്കുന്നത് കണ്ട് ദേവി കോപിഷ്ഠയായി അവനെ കൊല്ലാൻ തീരുമാനിച്ചു. ആ മഹായുദ്ധത്തിൽ ദേവി പാശായുധമെറിഞ്ഞ് മഹിഷാസുരനെ ബന്ധിച്ചപ്പോൾ അവൻ തന്റെ മഹിഷരൂപം കൈവിട്ടു. പിന്നീട് അവൻ സിംഹമായി വന്നപ്പോൾ ദേവി അവന്റെ തല വെട്ടിവീഴ്ത്തി. ഉടനെ അവൻ വാളേന്തിയ ഒരു പുരുഷ രൂപത്തിൽ വന്നു. ഉടനെ ദേവി അവന്റെ വാളും പരിചയും മുറിച്ചു കളഞ്ഞു. അങ്ങനെ അവൻ മഹാഗജമായി മാറി. ഉടനെ ദേവി ആ ആനയുടെ തുമ്പിക്കൈ വാളുകൊണ്ട് വെട്ടിക്കളഞ്ഞു. അപ്പോൾ മഹിഷാസുരൻ വീണ്ടും മഹിഷരൂപമെടുത്തു. ആ അസുരൻ തന്റെ ബലത്തിലും വീര്യത്തിലും അഹങ്കരിച്ച് അലറുകയും കൊമ്പുകൊണ്ട് മലകളെ ദേവിയുടെ നേർക്ക് തട്ടിയെറിയുകയും ചെയ്തു. ദേവി അവനെറിഞ്ഞ മലകളെ സ്വന്തം ബാണങ്ങൾ കൊണ്ട് പൊടിച്ചു കളഞ്ഞു. കോപം കൊണ്ട് ചുവപ്പ് നിറത്തോടു കൂടിയ മുഖവുമായി അസ്പഷ്ടമായ അക്ഷരങ്ങളോടെ ദേവി അവനോട് പറഞ്ഞു, അല്ലയോ മൂഢ, ഞാൻ ഈ മധു സേവിച്ചു തീരുന്നതുവരെ ഒരു ക്ഷണം നീ അലറിക്കൊള്ളുക. ഞാൻ നിന്നെ കൊന്നു കഴിയുമ്പോൾ ദേവന്മാർ ഉടനെ തന്നെ ഇതുപോലെ അലറും. ഇങ്ങനെ പറഞ്ഞിട്ട് ആ ദേവി മഹിഷാസുരന്റെ മേൽ ചാടിക്കയറി കാലുകൊണ്ട് അവനെ ചവിട്ടി അമർത്തിയിട്ട് കഴുത്തിൽ ശൂലം കൊണ്ട് കുത്തി. ഇപ്രകാരം കാലുകൊണ്ട് അമർത്തപ്പെട്ടപ്പോൾ അവൻ മഹിഷത്തിന്റെ രൂപത്തിൽ നിന്നും സ്വന്തം രൂപത്തിൽ പുറത്തു വരാൻ തുടങ്ങി. അവന്റെ പകുതി രൂപം പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ദേവി വലുതായ വാളുകൊണ്ട് അവന്റെ തല മുറിച്ച് താഴെയിട്ടു. അങ്ങനെ ദേവി മഹിഷാസുരനെ വധിച്ചത് കണ്ട് ദേവസമൂഹം വളരെയധികം സന്തോഷിച്ചു. ദേവന്മാരും ദിവ്യരായ മഹർഷിമാരും ആ ദേവിയെ സ്തുതിച്ചു. സമസ്ത ദേവന്മാരുടെയും ഭക്തിപൂർവമായ ആ സ്തുതി കേട്ട് പ്രസന്നയായ ലോകമാതാവായ ആ ദേവി സന്തോഷത്തോടെ തൻ്റെ മുന്നിൽ വണങ്ങി നിന്ന ദേവന്മാരോടായി പറഞ്ഞു, അല്ലയോ ദേവന്മാരെ,
നിങ്ങൾ എന്നിൽ നിന്ന് എന്താഗ്രഹിക്കുന്നുവോ അത് ചോദിച്ചു കൊള്ളുക. ദേവന്മാർ പറഞ്ഞു, അല്ലയോ ദേവി, മഹിഷാസുരനെ അവിടുന്ന് വധിച്ചതോടെ ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെയെല്ലാം ഭഗവതി ഞങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞു തന്നു. ഇനി ഞങ്ങൾക്ക് വരം തരികയാണെങ്കിൽ ഹേ മഹേശ്വരി, അവിടത്തെ സ്മരിക്കുമ്പോഴൊക്കെ ഞങ്ങളിലേക്ക് വരുന്ന എല്ലാ ആപത്തുകളും അവിടുന്ന് നശിപ്പിച്ചാലും. അതുമാത്രമല്ല, നിന്തിരുവടിയെ ഭക്തിപൂർവം സ്തുതിക്കുന്ന മനുഷ്യർക്ക് ജ്ഞാനം, സമൃദ്ധി, ഐശ്വര്യം, ധനം, എല്ലാ സമ്പദ് സമൃദ്ധിയും അവിടുന്ന് നൽകിയാലും. അത് കേട്ട് പ്രസന്നയായ ദേവി ദേവന്മാർ തങ്ങൾക്ക് വേണ്ടിയും ലോക നന്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചത് കണ്ട് അങ്ങനെയാകട്ടെ എന്ന് അരുളി ചെയ്തിട്ട് അവിടെ നിന്ന് അന്തർധാനം ചെയ്തു. ഇങ്ങനെ സുമേധസ് മഹർഷിയുടെ ആശ്രമത്തിലിരുന്നു കൊണ്ട് മഹർഷി സുരത മഹാരാജാവിനും വൈശ്യനും ദേവീ മാഹാത്മ്യം പറഞ്ഞു കൊടുക്കുകയാണ്. 3 ലോകത്തിന് നന്മ ചെയ്യാനായി ദേവന്മാരുടെ ശരീരത്തിൽ നിന്നും ദേവി ഉദ്ഭവിച്ചതിനെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു എന്ന് സുമേധസ് മഹർഷി രാജാവിനോടും വൈശ്യനോടും പറഞ്ഞു. ഇനി ശുംഭനിശുംഭന്മാർ ഉൾപ്പെടെയുള്ള അസുരന്മാരെ വധിച്ച് ദേവന്മാരെ രക്ഷിക്കാനും ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും ഗൗരിയുടെ ദേഹത്ത് നിന്നും ദേവി എങ്ങനെയാണോ ഉദ്ഭവിച്ചത് ആ കഥ ഞാൻ പറഞ്ഞു തരാമെന്ന് സുമേധസ് മഹർഷി മഹാരാജാവിനോടും വൈശ്യനോടും പറഞ്ഞു. ഇങ്ങനെയാണ് ദേവീ മഹാത്മ്യം മധ്യമചരിതം അവസാനിക്കുന്നത്.